നമസ്കാരം. വിമാനമേധ മിസൈലുകളുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക അഡ്വാൻസ്ഡ് റാംജെറ്റ് സാങ്കേതികവിദ്യ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നടത്തിയ ഈ നേട്ടം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയിൽ വലിയ വിപ്ലവത്തിന് വഴി തുറന്നിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 3 നടന്ന ഈ പരീക്ഷണത്തോടെ ലോകത്തിലെ അതിവേഗ മിസൈൽ സാങ്കേതികവിദ്യ കൈവശമുള്ള ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മിസൈലുകൾക്ക് അവയുടെ സഞ്ചാര വേഗതയും പരിധിയും ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന എൻജിൻ സാങ്കേതിക വിദ്യയാണ് ഇത്. സാധാരണ മിസൈലുകൾ ഇന്ധനത്തിനോടൊപ്പം ഓക്സിജനും വഹിക്കുമ്പോൾ റാംജെറ്റ് എഞ്ചിനുകൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മിസൈലിന്റെ ഭാരം കുറയ്ക്കുകയും കൂടുതൽ ഇന്ധനം വഹിക്കാനും സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ അഡ്വാൻസ്ഡ് റാംജെറ്റ് എഞ്ചിൻ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുവാൻ മിസൈലുകൾക്ക് പ്രാപ്തമാക്കും. ഈ വിജയകരമായ പരീക്ഷണം ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. പ്രധാനമായും ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന പല ദീർഘദൂര മിസൈലുകൾക്കും ഈ സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നതോടെ അതിർത്തി കടന്നെത്തുന്ന ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും വളരെ ദൂരെ വെച്ച് തന്നെ തകർക്കുവാൻ സാധിക്കും. ശത്രുവിന് പ്രതികരിക്കുവാൻ പോലും സമയം നൽകാത്ത വിധം അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഒഡീഷ തീരത്തെ ചാന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം നടന്നത്. വിക്ഷേപണത്തിന് ശേഷം നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ മിസൈലിലെ റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തനക്ഷമമാവുകയും ആസൂത്രണം ചെയ്ത പ്രകാരം തന്നെ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. മിസൈലിന്റെ വേഗത, എഞ്ചിന്റെ കാര്യക്ഷമത, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം കൃത്യമാണെന്ന് DRDO വൃത്തങ്ങൾ അറിയിച്ചു. പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച ശാസ്ത്രജ്ഞരെ പ്രതിരോധ മന്ത്രാലയം മറ്റു ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ വലിയൊരു ചുവടുവയ്പ്പാണ് ഇത്. മുൻപ് ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ സംവിധാനം വരും തലമുറ മിസൈലുകളുടെ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കും. വരാനിരിക്കുന്ന സൂപ്പർസോണിക്, ഹൈപ്പോസോണിക് മിസൈലുകൾ പദ്ധതികൾക്ക് ഈ വിജയം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ചുരുക്കത്തിൽ, അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ DRDO കൈവരിച്ച ഈ നേട്ടം ഇന്ത്യയുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന ഒന്നാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ മിസൈലുകളിൽ ഈ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നതോടെ ഇന്ത്യൻ ആകാശം കൂടുതൽ സുരക്ഷിതമാകും. ഇത് 350 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് തകർക്കാനുള്ള അസ്ത്ര മാർക്ക് 3 മിസൈലുകളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഈ രേഖ ഇന്ധന ഡക്റ്റടങ്ങിയ റാം എഞ്ചിൻ. ഇതോടെ ഇന്ത്യ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിക്കഴിഞ്ഞു. റഷ്യ, ചൈന, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ആധുനികമായ റാംജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുള്ളത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഖര ഇന്ധന സഹായത്തോടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ വലിച്ചെടുത്ത് കത്തുകയും അതിന്റെ സഹായത്തോടെ റാംജെറ്റിനെ കുതിപ്പിക്കുന്ന റാംജെറ്റ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. ഇന്ത്യയുടെ ദീർഘദൂര മിസൈലുകളെ കുതിപ്പിക്കുവാനുള്ള സാങ്കേതിക വിദ്യയിൽ ഒരു നിർണായക നാഴികക്കല്ലാണ് ഇന്ത്യ താണ്ടിയിരിക്കുന്നത്. ശത്രുവിന്റെ വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ പോർ വിമാനങ്ങളിൽ നിന്നും തൊടുക്കുന്ന മിസൈലുകൾക്ക് വേണ്ടി മാത്രമല്ല, കരയിൽ നിന്നും ആകാശത്തെ വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകളിലും റാംജെറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. മിസൈലുകളുടെ കുതിപ്പ് ശേഷി ഏറ്റവും ആധുനികമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് റാംജെറ്റ് സാങ്കേതിക വിദ്യ. അതാണ് ഇന്ന് ഇന്ത്യ പരീക്ഷിച്ച് വിജയം നേടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.